സംഭവബഹുലമായ ബോക്സ് ഓഫീസ് ഹണ്ടിലേക്ക് മാർക്കോ എത്തപ്പെടാൻ ഒരുങ്ങി നിൽക്കുന്നു. ഗെയിം ചേഞ്ചർ ഓഫ് ഇൻ മോളിവുഡ് ആക്ഷൻ ഫിലിം ഹിസ്റ്ററി എന്നുള്ള ടാഗ് ലൈനോട് കൂടെയാണ് മാർക്കോ എന്ന ചിത്രത്തെ ഇപ്പോൾ പ്രേക്ഷകർ വിശേഷിപ്പിക്കുന്നത്. അങ്ങനെ മാർക്കോ എന്ന ചിത്രത്തിന്റെ അനേകം അപ്ഡേറ്റുകളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിലേക്ക് വരാം. അതിന്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മലയാളത്തിലെ ഏറ്റവും മികവുറ്റ ആക്ഷൻ മൂവിയാണ് മാർക്കോ എന്നാണ് കണ്ട പ്രേക്ഷകർ പറയുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വയലൻസ് നിറഞ്ഞ ആക്ഷൻ സിനിമയുടെ കൂട്ടത്തിലേക്കാണ് മാർക്കോ എന്ന ചിത്രത്തെ ചേർത്ത് വെക്കുന്നത്. ഉണ്ണി മുകുന്ദൻ എന്ന താരത്തിന് പുത്തൻ താരപദവി നേടിക്കൊടുക്കുന്ന ചിത്രം കൂടെയായി തീരും മാർക്കോ. പാൻ ഇന്ത്യൻ സിനിമയായിട്ട് തിയേറ്ററിൽ എത്തിയ ചിത്രത്തിന് എങ്ങും നിന്നും പോസിറ്റീവ് റിപ്പോർട്ട് തന്നെയാണ് നേടാൻ സാധിച്ചിട്ടുള്ളത്. അത് തന്നെയാണ് ബുക്ക് മൈ ഷോ ആപ്പിൽ ഇപ്പോൾ കണ്ടിരിക്കുന്നത്. വലിയൊരു മുന്നേറ്റം തന്നെയാണ് ഈ ഒരു ചിത്രം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു സ്ക്രീൻഷോട്ട്. ഇപ്പോൾ ഈ ഒരു 3 മണിക്കാണ് ഞാൻ ഈ ഒരു സ്ക്രീൻഷോട്ട് ബുക്ക് മൈ ഷോ ആപ്പിലൂടെ എടുത്തിരിക്കുന്നത്. മണിക്കൂറിൽ 13,000 മുകളിൽ ടിക്കറ്റ്സുകൾ അഥവാ 14,000 അടുത്ത് ടിക്കറ്റ്സുകളാണ് പെർ അവറിൽ ബുക്ക് മൈ ഷോ ആപ്പിലൂടെ മാത്രം സോൾഡ് ഔട്ട് ആവുന്നത്. ഇന്ന് ചിത്രത്തിൻ്റെ ആദ്യ ഷോ കഴിഞ്ഞ റിപ്പോർട്ട് വരുന്നതിൻ്റെ മുന്നേ വരെ ഏകദേശം 4,500-5,000 റേഞ്ചിലൊക്കെ ആയിരുന്നു മണിക്കൂറിൽ ചിത്രത്തിൻ്റെ ടിക്കറ്റ്സുകൾ സോൾഡ് ഔട്ട് ആയത്. എവിടെ നിന്നും നെഗറ്റീവ് നേടാൻ സാധിച്ചില്ല, പോസിറ്റീവ് മാത്രം വന്നതോട് കൂടെയാണ് ഈ ഒരു പീക്ക് ലെവലിലേക്ക് ചിത്രത്തിൻ്റെ ബുക്കിംഗ് കാര്യങ്ങളെല്ലാം ഇപ്പോൾ എത്തപ്പെട്ടിരിക്കുന്നത്. ആദ്യ ദിവസം കേരളത്തിൽ നിന്നും വേൾഡ് വൈഡ് നിന്നും ഒരു ഹ്യൂജ് കളക്ഷൻ ഉറപ്പിച്ച മാർക്കോ ഏതൊക്കെ സിനിമയെ പിന്നിലാക്കും എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മണിക്കൂറുകളിൽ കണ്ടറിയാം. ഒരു ഉണ്ണി മുകുന്ദൻ ചിത്രത്തിന് ഇത്രത്തോളം തള്ളിക്കയറ്റം കിട്ടുന്നത് ആദ്യമായിട്ടാണ്. മാർക്കോ എന്ന ചിത്രത്തിലൂടെ പുതിയ താരോദയമായിട്ട് ഉണ്ണി മുകുന്ദൻ മാറുമ്പോൾ അനീഫ് അദേനി എന്ന സംവിധായകനും തിരിച്ചു വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആദ്യ സിനിമ മമ്മൂക്കയെ നായകനാക്കി സംവിധാനം ചെയ്ത ദ ഗ്രേറ്റ് ഫാദർ എന്ന സിനിമയായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന് ഒരു മികച്ച സിനിമ ചെയ്യാൻ വേണ്ടി സാധിച്ചില്ല. പിന്നീട് അബ്രഹാമിന്റെ സന്തതികൾ എന്ന ചിത്രത്തിന് അദ്ദേഹം തിരക്കഥ എഴുതി. ആ ഒരു സിനിമ സൂപ്പർ ഹിറ്റ് ആയിരുന്നു. മികായിൽ എന്ന ചിത്രത്തിലെ ഉണ്ണി മുകുന്ദന്റെ ക്യാരക്ടർ ശ്രദ്ധിക്കപ്പെട്ടപ്പോൾ നിവിൻ പോളിക്ക് ശരിക്കും ട്രോൾ തന്നെയായിരുന്നു ആ ഒരു ചിത്രം. പിന്നീട് ബോസ് ആൻഡ് കോ എന്ന് പറയുന്ന നിവിൻ പോളി ചിത്രം അദ്ദേഹം സംവിധാനം ചെയ്തു. അതും തിയേറ്ററിൽ വൻ പരാജയമായി മാറി. മാർക്കോയിലൂടെ തന്റെ ഡയറക്ഷൻ ബ്രില്യൻസ് എന്താണെന്ന് ഒരിക്കൽ കൂടെ കാണിച്ചു തന്നിരിക്കുകയാണ് അനീഫ് അദേനി. ഓക്കെ, ബൈ.